ഇപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയാണ് തൈരും മുട്ടയും വെച്ചിട്ടുള്ള ഒരു കറി. അപ്പോൾ നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ തൈര് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഞാനിവിടെ ഒരു മീഡിയം ടൈപ്പിലുള്ള ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ ഉടച്ചു വെച്ചിരിക്കുന്ന തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. അതും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ആദ്യമേ മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് പുഴുങ്ങി രണ്ടായിട്ട് മുറിച്ച മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 മുട്ട നടുവേ കീറിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയാണ് അടുപ്പ് കത്തിച്ച് ഒരു പാൻ വെച്ച് അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന എണ്ണ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ട ഉടഞ്ഞു പോകാതെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ തൈരും മുട്ടയും കൂടി ചേർത്തിട്ടുള്ള ഈ കറി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിനകത്ത് മെയിനായിട്ടും ആ തൈരിൻ്റെ മുട്ടയുടെയും പിന്നെ മൂപ്പിച്ച ജീരകത്തിൻ്റെ നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും അതിൻ്റെ ടേസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും തയ്യാറാക്കി നോക്കുക. താങ്ക്